ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തക്കിൽ കൂടുന്ന പരമ്പരയുടെ അപ്കമിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നല്ല വിശേഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നമ്മൾ അപ്കമിംഗ് വിശേഷങ്ങളിൽ കാണാൻ പോകുന്ന അങ്ങനെ സുധീഷിനെ അപായപ്പെടുത്തുവാൻ വേണ്ടി രാജീവും അരുണും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഒരു ചതിക്കുഴി ഒരുക്കുകയാണ്. ആ ചതിക്കുഴിയിൽ സുധീഷ് എന്ന് പെടുകയും ഒടുവിൽ താൻ ഒരു കള്ളനാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ സുധീഷ് എങ്ങനെയോ തൻ്റെ ഫോണെടുത്ത് സുഭാഷ് ചേട്ടനെ വിളിക്കുകയും അല്ലെങ്കിൽ തൻ്റെ അനിയന്മാരെ വിളിക്കുകയും ചെയ്യുകയാണ്. ഇത് ഗുണ്ടകൾ കാണുകയും ഗുണ്ടകൾ അവനെ വീണ്ടും സുധീഷിനെ പഞ്ഞിക്കിടുകയും ചെയ്യും. അതിനുശേഷം ഈ അരുണിനെ വിളിച്ച് പറയുകയാണ്, ഇവൻ ആരെയോ ഫോൺ വിളിച്ചിട്ടുണ്ട്, അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ ആഹാരം കഴിക്കുവാൻ പോയ സമയത്താണ് ഇവൻ ഫോണെടുത്ത് കോൾ ചെയ്തത് എന്ന് പറയണം. അപ്പോൾ അരുൺ ചോദിക്കുന്നത്, നീയൊക്കെ എന്തൊരു മണ്ടന്മാരാണ്, അല്ലെങ്കിൽ നീയൊക്കെ എന്തൊരു ബുദ്ധിയില്ലാത്തവന്മാരാണ്, അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും അവിടെ വെളിയിൽ പോകാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അപ്പം പെട്ടെന്ന് ഇവർ പറയുന്നു, ഗുണ്ടകൾ പറയുന്നു, സാറേ ഞങ്ങൾക്ക് ആഹാരം കഴിക്കണമായിരുന്നു, അതിനുവേണ്ടി വെളിയിൽ പോയതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് സാർ എന്ന് ചോദിക്കുക. അന്നേരം പെട്ടെന്ന് അരുൺ പറയുകയാണ്, ഇനി എന്തായാലും അവിടെ നിന്നാൽ ശരിയാവില്ല, അവനെ അവിടുന്ന് മാറ്റണം. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് അവനെ കൊണ്ട് പൊക്കോളാൻ പറയാം. അപ്പം നിങ്ങൾ വന്ന വഴിയൊന്നും പോകില്ല, വേറെ വഴി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് അരുൺ ഈ ഗുണ്ടകൾക്ക് വേറെ വഴി കാണിച്ചു കൊടുക്കുകയും എൻ്റെ വേറൊരു ഗോഡൗണിലേക്ക് സുധീഷിനെ മാറ്റുകയും ചെയ്യും കേട്ടോ. അങ്ങനെ മാറ്റുന്ന സമയത്ത് സുധീഷിനെ വലിച്ച് വാഹനത്തിൽ കയറ്റി വാഹനവുമായിട്ട് പാഞ്ഞു പോകുന്ന സമയത്താണ് നമ്മുടെ സുഭാഷും ഹരീഷും നികേഷും കൂടെ ബൈക്കിൽ വരുന്ന കേട്ടോ. അപ്പോൾ ബൈക്കിൽ വരുന്ന ഇവർക്ക് മനസ്സിലായ സുധീഷിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നത്. അങ്ങനെ ഇവർ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഒരു ഇടവഴിയിൽ വെച്ച് ഹരീഷിൻ്റെ വാഹനത്തിൽ ഈ സുധീഷിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളുടെ വാഹനം തട്ടുകയും പെട്ടെന്ന് മറിഞ്ഞു വീഴുകയും ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഹരീഷും നികേഷും സുഭാഷും എന്താടായി കാണിക്കുന്നത്, എവിടെ നോക്കിയാടാ വാഹനം ഓടിക്കുന്നതെന്ന് ചോദിച്ച് ഒച്ചപ്പാടുണ്ടാക്കട്ടെ. ഈ സമയത്ത് പെട്ടെന്ന് സുധീഷ് ഇവരെ കാണുക, തൻ്റെ ചേട്ടനെയും അനിയന്മാരെയും കാണുക. അപ്പോൾ പക്ഷെങ്കിൽ സുധീഷിൻ്റെ സ്റ്റിക്കർ വെച്ച് ഇങ്ങനെ അടച്ചിരിക്കുന്നുണ്ട്, വിളിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ ലാസ്റ്റ് ഈ ഡ്രൈവർ, ഈ ഇവന്മാരെ തട്ടിക്കൊണ്ട് പോയ ഡ്രൈവർ പെട്ടെന്ന് വാഹനം നിർത്തിയിട്ട് ഈ ഷോ കാണിക്കുന്ന ഹരീഷിനെയും സുഭാഷിനെയും നികേഷിനെയൊക്കെ ഒന്ന് പേടിപ്പിച്ചേക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ച് ഡോർ തുറക്കുമ്പോൾ പെട്ടെന്ന് ഗുണ്ടയുടെ തലവൻ, ഈ ഗുണ്ടകളുടെ തലവനുണ്ടല്ലോ, അവൻ ഇത് എന്നാണ് നീ കാണിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുക. അന്നേരം പറയാം, അവനൊന്നും പറ്റിയില്ല, പക്ഷേ അമ്മാരെ കിടന്ന് ഷോ കാണിക്കുകയാണല്ലോ എന്ന് ചോദിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവൻ ചാടിയിറങ്ങുകയും ഈ ഡ്രൈവർ ചാടിയിറങ്ങി ഈ സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയും നികേഷിൻ്റെ അടുക്കൽ ചെല്ലുവാട്ടോ. അങ്ങനെ അവർ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാവുക. കുറച്ച് നേരം വാക്ക് തർക്കം ഉണ്ടാക്കി ബാക്കിയുള്ള ആളുകളും കൂടെ ചെല്ലുക. ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു സംഘർഷം അവിടെ ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് ഈ ഡ്രൈവറെയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് വാടാ നമുക്ക് പോകാം, അവൻ അതിൻ്റെ അകത്തുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് വാഹനത്തിലേക്ക് തിരിച്ചു വരുന്ന ഈ ഗുണ്ടകൾ, അപ്പോൾ ഈ ഹരീഷും അതുപോലെ സുഭാഷും നികേഷും എന്തായാലും കുഴപ്പമില്ല, സാരമില്ല, വലിയ അപകടം പരിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നോർത്ത് തിരിച്ച് വീണ്ടും സുധീഷിനെ തപ്പി പോകാൻ തുടങ്ങുന്ന സമയത്താണ് സുധീഷ് പെട്ടെന്ന് ഈ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയ ഒരു ഗുണ്ടയെ ചവിട്ടി വെളിയിലേക്ക് ഇടുക. അപ്പോൾ പെട്ടെന്ന് ഇത് നികേഷും ഹരീഷും സുഭാഷും കാണുക ഒരുത്തനെ ചവിട്ടി പുറത്താക്കുന്ന. അപ്പം പെട്ടെന്ന് ചവിട്ടി പുറത്താക്കുന്നതിനോടൊപ്പം സുധീഷ് പുറത്തേക്ക് തലയിടുക. അപ്പോൾ ഈ നമ്മുടെ നികേഷ് ഇത് കാണുകട്ടോ, നമ്മുടെ സുധീഷിനെ കാണുകയും, ചേട്ടാ ഇത് സുധീഷ് ചേട്ടൻ ആ വണ്ടിയിലുണ്ട് എന്ന് പറയും. അപ്പം പെട്ടെന്ന് ഇവന്മാർ വണ്ടി എടുത്തോണ്ട് പറന്നു പോകും കേട്ടോ. അപ്പം അപകടം മനസ്സിലാക്കിയ ഗുണ്ടകൾ സുധീഷിനെയുമായിട്ട് വേഗത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ സുഭാഷും ഹരീഷും നികേഷും ആ വണ്ടിയെ ഫോളോ ചെയ്യുകയും വഴി വിളിച്ച് അത് തടയുകയും, പിന്നെ അവിടെ മാസ് പ്രകടനം തന്നെയായിരുന്നു നടന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അടിച്ച് ഗുണ്ടകളെ ഒതുക്കുകയും ഒടുവിൽ ഒരു ഗുണ്ടകളെല്ലാം ഓടി രക്ഷപ്പെടുകയാട്ടോ. അതിനിടയിൽ ഒരുത്തനെ മാത്രം, ഈ ഗുണ്ട തലവനെ മാത്രം സുധീഷിൻ്റെ കയ്യിൽ കിട്ടുകയും, അങ്ങനെ ഈ സുധീഷ് അവിടെ വെച്ച്, നീ ആര് പറഞ്ഞിട്ടാടാ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയത്, പണം തട്ടിയെടുത്ത് ആര് പറഞ്ഞിട്ടാടാ എന്നൊക്കെ ചോദിച്ച് ഇവനെ പഞ്ഞിക്കിടുന്നുണ്ട്. ഈ സമയത്ത് ഇവൻ മിണ്ടുന്നില്ല. ഒടുവിൽ നല്ല ഇടി കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ഇനി പറയാതിരിക്കാൻ കഴിയില്ല എന്ന് ഗുണ്ടാതലവന് മനസ്സിലാക്കിയപ്പോൾ ഈ കാര്യം ഇന്നുപോലെ രാജീവും അരുണും പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ചെയ്തത്, ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല സാർ എന്ന് പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് കേട്ടപ്പം എല്ലാവർക്കും ഒരു ഷോക്കായിപ്പോയി. കാരണം തൻ്റെ അമ്മായിപ്പൻ അവർ തന്നെ തങ്ങളുടെ ഈ പൈസ തന്ന് അവരെ ഒരു സ്ഥലത്ത് ഏൽപ്പിക്കാൻ പറഞ്ഞു വിട്ടിട്ട് അവർ തന്നെ പൈസ തട്ടിയെടുക്കുകയും തന്നെ കള്ളനാക്കുകയും ചെയ്യുകയാണ് എന്ന് സുധീഷ് മനസ്സിലാക്കി. ഒടുവിൽ സുധീഷും സുഭാഷും ഹരീഷും നികേഷും എല്ലാം കൂടെ
ഈ രാജീവിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു ഭാഗമുണ്ടല്ലോ. അങ്ങനെ ചെന്ന് രാവിലെ നേരം വെളുക്കാറായപ്പോഴത്തേക്ക് നമ്മൾ നിധിയുടെ അമ്മ രാവിലെ പത്രവും പാലും എടുക്കാൻ വേണ്ടി വെളിയിൽ വരുമ്പോൾ ഒരാൾ പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണോ. അപ്പോൾ പെട്ടെന്ന് നിധിയുടെ അമ്മ ചോദിക്കുക, ആരാണ് നിങ്ങൾ, എന്താണ് രാവിലെ എന്ന് ചോദിച്ച് ഇവരെ ചോദിക്കുകയാട്ടോ ഈ ഇരിക്കുന്ന വ്യക്തിയോട്. അപ്പം മുഖം കാണിക്കുന്നില്ല, പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മുഖം പിടിച്ചുകൊണ്ടാണ് സുധീഷ് ഈ പത്രം വായിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയാണ് നിധിയുടെ അമ്മ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷ് തിരിഞ്ഞൊരു നോട്ടം കേട്ടോ. അപ്പോൾ സുധീഷ് തിരിഞ്ഞു നോക്കിയ പെട്ടെന്ന് ഈ നിധിയുടെ അമ്മ ഞടുങ്ങിപ്പോവുകയാണ്. അപ്പം എല്ലാവരുടെയും പ്രതീക്ഷ സുധീഷിനെ അവർ ഒതുക്കി എന്നുള്ള ഒരു വിചാരത്തിൽ നിൽക്കുന്ന സമയത്താണ് സുധീഷ് രാവിലെ ഈ തങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ വന്ന് ഇരിക്കുന്ന കണ്ടത്. പെട്ടെന്ന് കയ്യിലിരുന്ന പത്രക്കെട്ടും പാലും നിലത്തേക്ക് വീഴുകയും ഓടി അകത്ത് നിന്ന് രാജീവിനെയും അരുണിനെയും വിളിച്ച് പറയുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കിയപ്പം നിധിയും ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെളിയിൽ അവൻ വന്നിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ആര് എന്ന് ചെന്ന് എല്ലാവരും ഈ പറയുവാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഇറങ്ങി വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സുധീഷ് അകത്തേക്ക് സിനിമ സ്റ്റൈലിലൊരു വരവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് പെട്ടെന്ന് നിധിയും ഞെട്ടിപ്പോകും. നിധി മാത്രമല്ല, നിധിക്ക് ഒരു സന്തോഷത്തിൻ്റെ ഞെട്ടലാണ്, പക്ഷേങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു വലിയൊരു ഷോക്കായി പോവുകയാണ്. കാരണം ഇവനെങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നൊരു തോന്നൽ ഉണ്ടാകുകയും എന്തോ മറിമായം നടന്നുവല്ലോ എന്നൊരു ചിന്തയുമൊക്കെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞല്ലോ എന്നൊരു ഭയമൊക്കെ നമ്മുടെ രാജീവിൻ്റെയും അതുപോലെ അരുണിൻ്റെയും മുഖത്തൊക്കെ പ്രകടമാകുന്നുണ്ടോ. ഒടുവിൽ പെട്ടെന്ന് നിധി ഈ കയറി വന്നത് ഈ അരുൺ ഈ വന്ന് കോളറെ പിടിക്കുക കേട്ടോ. സുധീഷിൻ്റെ കോളറെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എവിടെയാടാ ഞങ്ങളുടെ പൈസയും സ്വർണ്ണാഭരണങ്ങളും എവിടെയെന്ന് ചോദിച്ച് കോളറെ പിടിക്കുകയും പെട്ടെന്ന് ഇത് വിഷയമാക്കുമെന്ന് മനസ്സിലാക്കിയ രാജീവ് അരുണിനെ തടയിടാ, അരുണിനെ നീ മിണ്ടാതിരിക്കുക, അവൻ ഇവിടെ വന്നില്ലേ, പിന്നെന്താണ് നീ ഒന്ന് സാവകാശം കൊടുക്കുക, അവനോട് ചോദിക്കാം എന്ന് പറയാട്ടോ. എന്നാൽ പെട്ടെന്ന് ഈ രാജീവൻ ഈ സുധീഷിനെ പിടിച്ച് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞ് അവിടെ നമ്മുടെ ചെയറിൽ കൊണ്ട് ഇരുത്തുക കേട്ടോ. ഇരുത്തുന്ന സമയത്ത് നിധി ചെന്ന് ചോദിക്കുകയാണ്, എന്താ സുധീഷേ, എന്താണ് പറ്റിയത്, എത്ര നേരം ഞാൻ ഫോൺ വിളിച്ചപ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരുന്നു എന്ന് ചോദിക്കുക കേട്ടോ. ഒരു പരിഭവം പറയുന്ന കാണാം. നിധി ഒരു പരിഭവം പറയുകയും അങ്ങനെ ഈ സമയത്ത് സുധീഷ് പറയുകയാണ്, എന്നെ പോകുന്ന വഴിയിൽ കുറച്ച് ഗുണ്ടകൾ വന്ന് എന്നെ പിടിക്കുകയും എൻ്റെ പൈസയും ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം അവർ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അവരെന്നെ പിടിച്ചുകൊണ്ട് ഏതോ അറിയത്തില്ലാത്തൊരു കാട്ടിലുള്ള ഒരു വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടുന്ന് തിരിച്ചെന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും വഴിയിൽ ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയാം. അപ്പം മുറിവിൻ്റെ പാടുകളൊക്കെ ഈ ചൊടിയെക്കൂടെയൊക്കെ ലിഫ്റ്റേക്കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ പെട്ടെന്ന് നിധി ഇത് കേട്ട് പേടിച്ചു പോവുക. അപ്പോൾ ഇതിനിടയിൽ പെട്ടെന്ന് ഈ അരുൺ പറയാണ്, നിധി നീ ഇതൊന്നും കേട്ട് വിശ്വസിക്കില്ല, അവൻ പൈസ തട്ടിയെടുത്തിട്ട് അവൻ വേറെ നാടകം കളിക്കുന്നതാണ്, നീ എന്തിനാണ് ഇത് വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് നിധി ചാടി എണീറ്റ് ചോദിക്കാം, ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല, സുധീഷ് ഇവിടെ വന്നല്ലോ, പിന്നെന്തിനാണ് നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത കുറ്റം പറയുന്നത്, കുറച്ച് നേരമായില്ലോ നിങ്ങൾ സുധീഷ് പണം തട്ടിക്കൊണ്ട് പോയി, അവരുടെ കുടുംബക്കാരങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സുധീഷ് ഇവിടെ വന്നല്ലോ, അതിനെ വലിയ തെളിവല്ലേ, പിന്നെ എന്തിനാ ഈ സുധീഷിൻ്റെ തലയിലേക്ക് ഈ പഴിയെല്ലാം വെക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് രാജീവും പറയാണ്, രാജീവ് അവിടെ നാടകം കളിക്കുകയാണ്. കാരണം ഇത് സംഭവം എന്തോ അവിടെ മറിമായം നടന്നു എന്ന് മനസ്സിലാക്കി. ഇനി തങ്ങളുടെ പേര് പറയാതിരിക്കാൻ വേണ്ടി രാജീവ് പറയേ, അരുണേ നീ ആവശ്യമില്ലാത്ത കേസ് പറയില്ല, അവൻ പറയട്ടെ, അവൻ അവിടെ നിന്ന് വിശ്രമിക്കട്ടെ, എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ എന്ന് പറഞ്ഞ അരുൺ വീണ്ടും സുധീഷിന് നേരെ നിൽക്കുക. നിധിക്ക് ഇത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റാതെ വരികയും ഒടുവിൽ നിധിയും അതുപോലെ അരുണും തമ്മിൽ വാക്കുതർക്കമുണ്ടാകും കേട്ടോ. ഈ സമയത്ത് നിധിയോട് ചോദിക്കുക, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കൊടുത്തുവിട്ട പൈസയും സ്വർണ്ണാഭരണങ്ങളും എന്ത് ചെയ്യും, അത് പറ, ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെങ്കിൽ ആ പൈസയും പണവും എവിടെ, ഇവൻ തട്ടിക്കൊണ്ട് പോയിട്ട് ഇവൻ നാടകം കളിക്കുന്നതാണ് എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ആ ചെയറിൽ നിന്ന് കൂസലായിട്ട് വെറും സിമ്പിളായിട്ട് എണീറ്റ് പോകണം. നിങ്ങൾ ചോദിച്ച പൈസ അതല്ലേ, അത് ഞാനിപ്പോൾ കൊണ്ടുവരാം എന്ന് പറയുകയും അങ്ങനെ വെളിയിലേക്ക് പോവുകയും ചെയ്യുക. അപ്പോൾ വെളിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ അരുണിൻ്റെയും രാജീവിൻ്റെ മുഖം അങ്ങ് വിളറുന്നുണ്ട്. കാരണം പൈസ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കള്ളന്മാരെ പിടിച്ചു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പെട്ടെന്ന് വെളിയിൽ പോയിട്ട് മടങ്ങി വരുന്നത് 3 പേരാട്ടോ, വേറെ ആരുമല്ല, നമ്മുടെ സുഭാഷും നികേഷും
സുധീഷും കൂടെയാണ് വെളിയിൽ നിന്നും മടങ്ങി വരുന്നത്. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും ഞെട്ടലോട് ഞെട്ടലാണോ. അപ്പം നിധിക്കും ഒരു അതിശയമായി പോയി. എങ്ങനെയാണ് സുഭാഷ് ചേട്ടനും നികേഷും ഇവിടെ വന്ന് എന്നൊരു തോന്നലുണ്ടാകുകയും പെട്ടെന്ന് ഈ സുഭാഷ് ചേട്ടൻ്റെ അടുക്കലേക്ക് ചെന്ന് ചോദിക്കുകയാണ്, സുഭാഷ് ചേട്ടാ എന്താ നിങ്ങളിവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിധിയോട് ആ കാര്യം സുധീഷ് പറയുകയാണ്. അപ്പം സുധീഷ് പറയുന്നതിനിടയിൽ തന്നെ ഈ നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തി വലിയൊരു ചതിയാണ് നടന്നത്. ഈ സുധീഷ് ചേട്ടനെ തട്ടിക്കൊണ്ടു പോവുകയും പണം കൊടുത്തുവിടുകയും ചെയ്തത് വേറെ ആരുമല്ല, ഏട്ടത്തിയുടെ അച്ഛൻ തന്നെയാണ് എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞെട്ടുവാട്ടോ, പെട്ടെന്ന് ഞെട്ടുക. അപ്പോൾ പെട്ടെന്ന് ഇത് സത്യമാണോ അച്ഛാ എന്ന് ചോദിച്ച് നിധി രാജീവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും രാജീവ് പറയുകയാണ്, മോളെ നീ ഇത് വിശ്വസിക്കില്ലേ, ഇവർ കളവാണ് പറയുന്നത്, ഇവർ കള്ളം പറയുന്നതാണ്, എനിക്കറിയത്തില്ല, അങ്ങനെ ഞാൻ എന്തിനാണ് പൈസ കൊടുത്തു വിട്ടിട്ട് ഞാൻ തട്ടിയെടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുധീഷ് കാര്യങ്ങളെല്ലാം വിവരിക്കുക കേട്ടോ, ഇങ്ങനെ സംഭവം നടന്നതും തന്നെ കിട്ടിയിട്ടതും, അതുപോലെ സുഭാഷേട്ടനും നികേഷും ഹരീഷും വന്ന് തന്നെ രക്ഷിക്കുകയും അതുപോലെ തിരിച്ച് ഇവിടെ മടങ്ങി വന്നതാണ് എന്ന് സത്യം പറയുമ്പം അതുമാത്രമല്ല തന്നെ കൊന്നുകളയാൻ വേണ്ടിയായിരുന്നു രാജീവിൻ്റെ ശ്രമമെന്നും പറഞ്ഞപ്പം നിധിക്ക് ഞെട്ടലുണ്ടാകുകയും അങ്ങനെ രാജീവിൻ്റെ മുഖത്ത് നോക്കി അമർഷത്തോടു കൂടി ചോദിക്കുകയാണ്, എന്താണ് അച്ചായി കേൾക്കുന്നത്, ഇതൊക്കെ കേൾക്കുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ ഇവർ കളവ് പറയുന്നതാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സുധീഷ് പറയും തെളിവ് ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയും അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് നമ്മുടെ ഹരീഷിനെ വിളിക്കുകയാണ്. ഹരീഷിനെ വിളിക്കുമ്പോൾ ഹരീഷും ഇതുപോലെ സിനിമ സ്റ്റൈലിൽ ഒരു വരവുണ്ട്, വരുന്നതും ഒറ്റയ്ക്കല്ല ആ ഗുണ്ടാത്തലവനെയും പിടിച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ പഞ്ഞിക്കിട്ടതിന് ശേഷമാണ് ഈ ഗുണ്ടാത്തലവനുമായിട്ട് മുൻപോട്ട് വരികയും ഇവരാണ് സുധീഷേനെ തട്ടിക്കൊണ്ട് പോയത് ഏട്ടത്തി എന്ന് പറഞ്ഞ് ഹരീഷ് പറയാട്ടോ. അപ്പം ഇവരാണ് കൊണ്ടുപോയത്, ഇവർ കൊണ്ടുപോയി കൊന്നുകളയാനാണ് തീരുമാനിച്ചത്, ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ സുധീഷേട്ടൻ നാളെ കാണില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിധിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്ന് അങ്ങനെ നിധിയുടെ അച്ഛനുമായിട്ട് വലിയൊരു വാക്പോരുണ്ടാക്കിയും ഒടുവിൽ നിധി ഈ സത്യം മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോൾ നിധി പറയാണ്, ഇനി ഈ വീട്ടിൽ ഞാനില്ല, എൻ്റെ അച്ഛനും എൻ്റെ ചേട്ടനുമൊക്കെ ഇത്രത്തോളം ക്രൂരന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, എനിക്ക് എന്ത് വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത്, നാളെ എന്നെയും കൊന്നുകളയില്ലെന്ന് എന്താണ് ഉറപ്പ് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് രാജീവ് പറയാം, മോളെ നീ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയാണ്. അപ്പം പെട്ടെന്ന് ദേഷ്യം വന്ന് നീതി പറയാണ്, എന്ത് വാക്ക് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്, നിങ്ങൾക്കൊക്കെ നാണമില്ലേ എന്ന് ചോദിച്ച് നമ്മുടെ രാജീവിന് നേരെ ചൂടാകുകയും അതുപോലെ തന്നെ രാജീവ് ആശ്വസിപ്പിക്കാൻ വേണ്ടി കൈയുമായി തന്നെ പിടിക്കാൻ തൻ്റെ തോളത്ത് കൈ വെക്കാൻ വന്നപ്പം നിധി അത് തട്ടിമാറ്റുകയും ആ തട്ടിമാറ്റിൽ രാജീവ് തെറിച്ചു പോവുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. ഇതിനിടയിൽ രാജീവ് പറയുന്നത്, മോളെ ഇതൊക്കെ ഞങ്ങൾ സോൾവ് ആക്കിക്കോളാം, നീ അകത്ത് പോകാൻ പറയുകയും പെട്ടെന്ന് നിധിയുടെ അമ്മയോട് പറയണം മോളെ വിളിച്ചിട്ട് അകത്ത് പോകാൻ പറയുക. അപ്പം പെട്ടെന്ന് നിധിയുടെ അമ്മ മോളെ അകത്ത് പോകാം, അതൊക്കെ അച്ഛനും ചേട്ടനും തീരുമാനിച്ചോളും, കാര്യങ്ങളൊക്കെ സോൾവ് ആയിക്കോളും എന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് രാജീവിനോട് പറയാം, അല്ലെ നീയും കൂടെ പിടിച്ചുകൊണ്ടുപോയി അവളെ അകത്ത് കൊണ്ടുവിടാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് ഇതുവരെയും ചട്ടിക്കൊണ്ട് നടന്ന അരുൺ വേഗത്തിൽ നിധിയുടെ അടുക്കിലേക്ക് വന്നതൊക്കെ നിധി ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് രണ്ടുപേരെ കൈ തട്ടി മാറ്റിയിട്ട് എന്നെ തൊട്ടു പോകരുത്, എനിക്ക് നിങ്ങളെ കാണുന്ന അറപ്പും വെറുപ്പുമാണ് എന്ന് പറയുകയും അങ്ങനെ ഇത്രയും നേരം നിങ്ങളുടെ കാലിന് ചട്ടല്ലായിരുന്നു, അല്ല നിങ്ങളുടെ കാലിന് പരിക്കല്ലായിരുന്നു, ഇപ്പം ആ പരിക്കൊക്കെ മാറിയില്ലേ, അപ്പോൾ ഇതെല്ലാം നാടകമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയും അങ്ങനെ കള്ളം എല്ലാം പൊളിയുകയും ഒടുവിൽ നിധി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ഇനി ഈ വീട്ടുകാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾക്കിങ്ങനെ ഒരു മകളില്ല, എനിക്കിങ്ങനെ ഒരു അച്ഛനും ചേട്ടനും അമ്മയും ആരുമില്ല, ഇനി എന്നെ അന്വേഷിച്ച് ആരും വരലെന്ന് എന്ന് പറയുകയും അങ്ങനെ തൻ്റെ ബാഹ്യം സാധനങ്ങളുമൊക്കെ ആയിട്ട് നിധി ആ വീടിൽ നിന്ന് ഇറങ്ങാൻ പോയി. അപ്പോൾ നിധിയെ തടയുന്നുണ്ട് കേട്ടോ. അത് രാജീവ് തടയാൻ ശ്രമിക്കുമ്പം ഈ വീടിനേക്കാളും എത്രത്തോളം വലിയ വീടാണ് എൻ്റെ വീട്, അല്ലെങ്കിൽ സുഭാഷ് ചേട്ടൻ്റെ വീട്, സുധീഷിൻ്റെ വീടെന്ന് എനിക്ക് മനസ്സിലായി. ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണെങ്കിലും ആ വീട്ടിൽ എനിക്ക് എല്ലാ സംരക്ഷണവുമുണ്ട്, എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഈ വീട് അതങ്ങനെയല്ല, ഈ വീട്ടിൽ ജീവിക്കാൻ പോലും പേടിയാകുന്ന സാഹചര്യമാണ് എന്ന് പറയുകയും ഇനി ഈ വീടിൻ്റെ പടി ഞാൻ ചവിട്ടില്ല എന്ന് പറഞ്ഞ് നിധി ആ വീട് വിട്ട് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് സുഭാഷ് വന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന ബാഹ്യം വാങ്ങി സുഭാഷും സുധീഷും ഹരീഷും നികേഷും നിധിയും ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഈ വെളിയിലേക്ക് ആവേശത്തോടു കൂടി പോയെങ്കിലും വെളിയിൽ ചെന്നപ്പോൾ തങ്ങൾക്ക് പോകാൻ വാഹനമില്ല. ഒടുവിൽ
സുധീഷ് പറയാണ്, എന്തിനാണ് നമ്മൾ വേറെ വണ്ടി പിടിക്കുന്നത്, നമ്മളെ തട്ടിക്കൊണ്ടുപോയ ഈ വാഹനമില്ലേ, ഈ വാഹനം ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് പറയുകയും അങ്ങനെ ഈ സമയത്ത് സുഭാഷ തടയുന്നുണ്ട് കേട്ടോ. വേണ്ട, അതൊന്നും വേണ്ട, അതിന് ആവശ്യമില്ല എന്ന് പറയണം. ഇത് ആവശ്യമുണ്ട്, കാരണം എന്നെ തട്ടിക്കൊണ്ടുപോയതും എന്നെ ഇതുപോലെ മർദ്ദിച്ചതും ഈ വാഹനത്തിൽ വെച്ചാൽ ഈ വാഹനം ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയുകയും അങ്ങനെ പെട്ടെന്ന് ഓടി വന്ന് വീണ്ടും അകത്തേക്ക് പോവുകയും സുധീഷ് അകത്തേക്ക് പോവുക. അന്നേരം പെട്ടെന്ന് സുഭാഷ് പറയാണ്, എന്തിനാണ് നീ വീണ്ടും അകത്തേക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഇപ്പോൾ വരാൻ ചേട്ടാ എന്ന് പറയുകയും അങ്ങനെ പോയിട്ട് വീണ്ടും നമ്മുടെ അരുണിൻ്റെ മുഖത്തിനിട്ട് 2 അടിയടിച്ചിട്ട് പറയാണ്, ഈ വാഹനം ഞാൻ കൊണ്ടുപോവുകയാണ്, ഇത് ഞാൻ വീട്ടിൽ വിട്ടേക്കും, നിങ്ങളെ ആരെങ്കിലും വന്ന് ഈ വാഹനം എടുത്തുകൊണ്ട് പോയിക്കോണം എന്ന് പറയുകയും അങ്ങനെ ആ വാഹനവുമായിട്ട് നിധിയും സുധീഷും ഹരീഷും അതുപോലെ സുഭാഷും മടങ്ങി വീട്ടിലേക്ക് പോകുന്ന ഒരു നല്ല ഭാഗങ്ങളൊക്കെയാണ് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.